ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമേത്? ഉത്തരം ആനമുടി. ആനമുടിയാണ് ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം എത്ര? ഉത്തരം 8611 മീറ്റർ. 8611 മീറ്ററാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം. തിരുവനന്തപുരത്ത് പുത്തൻ മാളിക അഥവാ കുതിരമാളിക പണികഴിപ്പിച്ച രാജാവാര്? ഉത്തരം സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് തിരുവനന്തപുരത്ത് പുത്തൻ മാളിക അഥവാ കുതിരമാളിക പണികഴിപ്പിച്ച രാജാവ്. കൊച്ചിയിലെ കാര്യക്കാരുടെ ഉദ്യോഗപ്പേര് തഹസിൽദാർ എന്ന് മാറ്റിയ ദിവാനാര്? ഉത്തരം നഞ്ചപ്പയ്യ. നഞ്ചപ്പയ്യയാണ് കൊച്ചിയിലെ കാര്യക്കാരുടെ ഉദ്യോഗപ്പേര് തഹസിൽദാർ എന്ന് മാറ്റിയ ദിവാൻ. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര്? ഉത്തരം അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യ വനിതയാര്? ഉത്തരം ചുനങ്ങാട്ട് കുഞ്ഞിക്കാവമ്മ. 1934 ഇത്. ചുനങ്ങാട്ട് കുഞ്ഞിക്കാവമ്മയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യ വനിത. 1934 ഇത്. കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്ന സ്ഥലമേത്? ഉത്തരം വടകര. 1931. 1931 വടകരയിലാണ് കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്നത്. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് ആര്? ഉത്തരം റഷ്യ. റഷ്യയാണ് അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്ര? ഉത്തരം 15 കോടി കിലോമീറ്റർ. 15 കോടി കിലോമീറ്ററാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം. 0 ഡിഗ്രി അക്ഷാംശരേഖ എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയാണ് 0 ഡിഗ്രി അക്ഷാംശരേഖ എന്നറിയപ്പെടുന്നത്. സൂര്യപ്രകാശത്തെ ഏറ്റവും അധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹമേത്? ഉത്തരം ശുക്രൻ. ശുക്രനാണ് സൂര്യപ്രകാശത്തെ ഏറ്റവും അധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം.